സിമ്പിൾ ഇലക്ട്രോണിക്സിൻ്റെ 9ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൾട്ടിമീറ്റർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ചെറിയ ടൂളാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ അത് വോൾട്ടേജും ആംബിയറും ഒക്കെ അളക്കാം, റെസിസ്റ്റൻസിൻ്റെ അളവും കിട്ടുമെന്നല്ലാതെ ചെറിയ ചെറിയ കമ്പോണൻറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഇത് ഏത് സമയത്ത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബാറ്ററി 3.7 ഒരു ബാറ്ററി, പിന്നെ ഒരു ബസർ 5 വോൾട്ട് ബസർ, ഒരു 100 ഓംസ് റെസിസ്റ്റർ, ഒരു LED, ഇത്രയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഉപകരണം ടെസ്റ്റിംഗ് പ്രോബ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ പ്രോബ്സ് അവൈലബിൾ ആണ്, അത് മാത്രം വാങ്ങി ഇതിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതുമില്ലെങ്കിൽ വെറുതെ ഒരു സാധാരണ ചുവപ്പ് വയർ കറുപ്പ് വയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ഹീറ്റ് സ്ട്രിങ് ഉപയോഗിച്ച് ഒരു കമ്പി, കുറച്ച് കട്ടി കൂടിയ കമ്പി യൂസ് ചെയ്യുക, കോപ്പറിൻ്റെ വയർ, എന്നിട്ട് അത് സോൾഡർ ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇത് പിടിച്ച് പ്രോബായിട്ട് ഉപയോഗിക്കാം. ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് LED ഓൺ ആവുന്നു, അതോടൊപ്പം ബസർ അടിക്കുന്നു. ഹൈ റെസിസ്റ്റൻസ് കൂടിയ ട്രാൻസ്ഫോമർ മറ്റും അളക്കുന്ന സമയത്ത് LED മാത്രം തെളിയും, ബസർ വർക്ക് ചെയ്യില്ല. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഐദർ നമുക്ക് ഏതെങ്കിലും ഇതൊന്നുകിൽ ഇത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും കൂടി വർക്ക് ചെയ്യും. അപ്പോഴും നമുക്ക് ആ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നു. ഈവൺ ഒരു LED പോലും നമുക്ക് ഇത് ഉപയോഗിച്ച് പോസിറ്റീവും നെഗറ്റീവും കണ്ടുപിടിക്കാം. ഇതിൻ്റെ ചുവപ്പ് വയർ നേരിട്ട് വരുന്നത് ബാറ്ററിയിൽ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് പോസിറ്റീവ് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചുവപ്പ് നമ്മൾ LED ഒന്നിലേക്ക് ജസ്റ്റ് കൊടുത്തു പിടിക്കുന്നു. അപ്പോൾ ഈ LED കറക്റ്റാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഇതാണ്. തിരിച്ചു കൊടുത്ത് നോക്കാം. നെഗറ്റീവിലേക്ക് LED നെഗറ്റീവിലേക്ക് പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവില്ല. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ LED പോലും എന്തും ഇതുപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഇത്. പിന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിൾ ടൂളിൻ്റെ സർക്യൂട്ട്. ഇതിനകത്ത് ബസറിന് നിങ്ങൾക്ക് കാണാൻ കൃത്യമായി ഇവിടെ പോസിറ്റീവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസിറ്റീവ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ബസറാണ്. ബസറിൻ്റെ പോസിറ്റീവും LED പോസിറ്റീവും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ നേരിട്ട് അവിടേക്ക് LED ബ്ലാക്ക് പ്രോബ്, കറുത്ത പ്രോബ് കൊടുക്കുന്നു. അതുപോലെ റെഡ് പ്രോബ് നമ്മൾ നേരിട്ട് ബാറ്ററിയിലെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ റെഡിലൂടെ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാറ്ററി നേരിട്ട് പോസിറ്റീവ് വരുന്നു. ഇനി അടുത്തത് LED നേരിട്ട് കൊടുക്കാതെ ഒരു 100 ഓംസ് റെസിസ്റ്റർ വഴിയാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബസറിൻ്റെ നെഗറ്റീവും LED നെഗറ്റീവും കൂടി ഒരു റെസിസ്റ്റർ വഴി ഇവിടുന്ന് ജോയിൻ ചെയ്യുന്നു. ഇങ്ങോട്ടാണ് നേരിട്ട് ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് കൊടുത്തു, ഗ്രൗണ്ട് കൊടുത്തു. ഇനി ഇവിടെ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ ബസറും സൗണ്ട് ഉണ്ടാക്കും, അതുപോലെ ഈ LED ഓണാവും. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നു? ഈ ചുവപ്പ് ഇതുവഴി വന്ന് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അഥവാ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുവഴി കിട്ടുന്നു. അപ്പോൾ ഇവിടെ ഈ ജോയിൻറ്റ്, ഈ രണ്ടും ഷോർട്ടാവാതെ ഇവിടെ വെച്ചാണ് നമ്മൾ എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്താൻ പോകുന്നത്. ഇത്ര വെരി സിമ്പിളാണ്, ഒന്നുമില്ല. ബസറിൻ്റെ പോസിറ്റീവും LED പോസിറ്റീവും കൂടി ജോയിൻ ചെയ്തിട്ട് ബ്ലാക്ക് പ്രോബ് അങ്ങോട്ട് സോൾഡർ ചെയ്യുന്നു. അപ്പോൾ 3 സോൾഡറിങ് ഇവിടെ വന്നു. അതുപോലെ ബസറിൻ്റെ നെഗറ്റീവും LED കാത്തോഡ് ഭാഗത്തൊരു റെസിസ്റ്റർ വഴിയും ഷോർട്ട് ചെയ്യുന്നു. അതുപോലെ നേരിട്ട് ബാറ്ററിയുടെ വയർ ബ്ലാക്ക് നെഗറ്റീവ് ഇവിടെ 3 സോൾഡറിങ്, 3 ജോയിൻറ്റ് ഒരുമിച്ച് വരുന്നു. ഇവിടെ 3 ജോയിൻറ്റ് വരുന്നു. ഈ 2 ജോയിൻ്റ് ആവാത്ത ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ടെസ്റ്റുകൾ നടത്താൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോബാണിത്. രണ്ട് പ്രോബ്, 2 കളർ കറുപ്പും ചുവപ്പുമാണ് ചെയ്തിരിക്കുന്നത്. ആ ചുവപ്പിൻ്റെ അറ്റം നേരിട്ട് ബാറ്ററിയിലോട്ട് കൊടുത്തു. ഇവിടെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് റെഡാണ് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ സോൾഡർ ചെയ്തു. അതിന് കണക്ഷനൊന്നുമില്ല, സെപ്പറേറ്റ് മാറ്റി വെക്കുന്നു. ഇനി ബസറിൻ്റെ നെഗറ്റീവും LED നെഗറ്റീവ് റെസിസ്റ്റർ 100 ഓംസ് റെസിസ്റ്റർ വഴി ജോയിൻ ചെയ്തതിന് ശേഷം ബാറ്ററിയുടെ ബ്ലാക്ക് വയറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞു. ഇനി പോസിറ്റീവാണ് ആവശ്യം. അപ്പോൾ പോസിറ്റീവ് നമ്മൾ പ്രോബ് വഴി ബ്ലാക്ക് പ്രോബ് ആണ് ഈ ജോയിൻ ചെയ്ത സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം ആക്ച്വലി പോസിറ്റീവ് ഇല്ല. പോസിറ്റീവ് വരണമെങ്കിൽ നമ്മൾ ഈ 2 പ്രോബും കൂടി ഷോർട്ട് ചെയ്യണം. രണ്ടും കൂടി ഇങ്ങനെ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് അത് വർക്ക് ചെയ്യേണ്ടത്. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഷോർട്ട് ചെയ്യുന്ന സമയത്ത് ബസറും സൗണ്ട് ഉണ്ടാക്കുന്നു, അതുപോലെ LED തെളിയുന്നു. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ എക്യുപ്മെൻറ്റ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിവിടെ വെക്കാം. 2 പ്രോബ് നമ്മൾ എടുക്കുന്നു. ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ട്രാൻസ്ഫോമറാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമറിന് എങ്ങനെയൊക്കെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ കോയിലുണ്ട്, സെക്കൻഡറിയിലും കോയിലുണ്ട്. ഇത് റെസിസ്റ്റർ കൂടുതലായിരിക്കും,
ഇത് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടോ? കണ്ടിന്യൂറ്റി മീൻസ് മുറിഞ്ഞു പോകാത്തതാണോ, ഉള്ളിൽ എവിടെയെങ്കിലും വെച്ച് മുറിഞ്ഞു പോയോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മറിഞ്ഞു പോയാൽ അപ്പോൾ ഇതിൻ്റെ ചോപ്പിൻ്റെ ഒരു ലീഡിൽ ഒരു പ്രോബ് കൊടുക്കുന്നു, അടുത്ത ലീഡിൽ കൊടുക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസ് കൂടിയതുകൊണ്ട് LED മാത്രം തെളിയുന്നതായിരിക്കും. നമുക്ക് കാണാൻ കഴിയും LED. ബസർ സൗണ്ട് വരില്ല, കാര്യം അതിനകത്ത് കറണ്ട് കുറവാണ്. ഇത് LED തെളിഞ്ഞു, നമ്മൾ വിട്ട് കഴിഞ്ഞാൽ വിടും. അപ്പോൾ പ്രൈമറി ഓക്കെ. ഇനി ഈ പ്രൈമറിയും ഇതിൻ്റെ ബോഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് തോന്നാം. ബോഡിയിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ സൗണ്ട് വരാൻ പാടില്ല. അപ്പോൾ അത് ഓക്കെ. ഇനി നമ്മളടുത്തായി സെക്കൻഡറിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡറിയുടെ ഒരു വയർ എടുത്തു, ഒരു പ്രോബ് കൊടുത്തു. ഇനി രണ്ടാമത്തെ വയർ എടുക്കുന്നു. ഇതാ LED തെളിഞ്ഞു, ചെറിയ ഒരു സൗണ്ട് വരുന്നു. അപ്പോൾ LED തെളിഞ്ഞു. റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ബസർ വർക്ക് ചെയ്യാത്തത്. യെസ്. അപ്പോൾ സെക്കൻഡറി ഓക്കെ. ഇനി സെക്കൻഡറിയും പ്രൈമറിയും ഷോർട്ട് ഉണ്ടാവരുത്. അപ്പം ഒരു വയർ പ്രൈമറിയിലും കൊടുക്കുന്നു, ഒന്ന് സെക്കൻഡറീൻ്റെ വയറും തമ്മിൽ ഷോർട്ട് ചെയ്യുന്നു. ഇപ്പം വർക്ക് ചെയ്യുന്നു. അപ്പം ഈ ട്രാൻസ്ഫോമർ നല്ല എന്ന് ഓർപ്പിക്കാം. നമ്മളിത് ഉപയോഗിച്ചൊരു ഡയോഡ്, റെക്ടിഫയർ ഡയോഡ് പരിശോധിക്കുന്നു. നമുക്കെല്ലാം അറിയാം, ഈ ഭാഗത്ത് പോസിറ്റീവ് കൊടുക്കുമ്പോഴാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്, വർക്ക് ചെയ്യും. തിരിച്ചു കൊടുത്താൽ വർക്ക് ചെയ്യില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അതുപോലെ റെഡ് വയർ പോസിറ്റീവ് ഈ ഭാഗത്ത് കൊടുക്കുന്നു, ഓപ്പോസിറ്റ് നെഗറ്റീവ് കൊടുക്കുന്നു. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെഡി. അപ്പോൾ ഈ ഡയോഡ് തിരിച്ചു കൊടുത്താൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യരുത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഒരു വശത്തേക്ക് മാത്രം ഒഴുകുന്നു. എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് ചുവപ്പ് പ്രോബ്, ഇവിടെയും ഈ ലൈനുള്ള ഭാഗത്ത് നെഗറ്റീവും കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഡയോഡ് നല്ലതാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ബസർ അടിക്കുന്നു, LED തെളിയുന്നു. ഇങ്ങനെ ഡയോഡ് ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. BC 547 ട്രാൻസിസ്റ്ററാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. BC 547. അത് ഒരു വശം ഫ്ലാറ്റ് പരന്നതായിരിക്കും, ഒരു വശമാണ് റൗണ്ടായിട്ട് വരുന്നത്. ഒരു സൈഡ് ഇങ്ങനെ റൗണ്ടായിരിക്കും, ഒരു സൈഡ് ഫ്ലാറ്റ്. അപ്പോൾ ഈ ഫ്ലാറ്റായ ഭാഗം നമുക്ക് നേരെ ഇങ്ങനെ പേര് വായിക്കത്തക്ക രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇടത്തെ അറ്റം വരുന്നത് എന്താണ്? എമിറ്റർ ബേസ് കലക്ടർ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നടുക്ക് ബേസാണ്. നമുക്ക് അളന്ന് നോക്കാം. ട്രാൻസിസ്റ്റർ നോക്കേണ്ടത് ഇതങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം ബേസ്, എമിറ്റർ, ബേസ്, കലക്ടർ. അപ്പോൾ ബേസിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ബാറ്ററിയുടെ ചുവപ്പ് വയർ എന്ന് വെച്ചാൽ പോസിറ്റീവ് കൊടുത്ത് നോക്കാം. സെൻട്രലാണല്ലോ ബേസ് വരുന്നത്. സെൻട്രൽ പോസിറ്റീവ് കൊടുത്തു, ചുവപ്പ് വയർ കൊടുത്തു. ഇവിടെ ടച്ച് ചെയ്യുന്നു, സൗണ്ട് വരുന്നില്ല, സൗണ്ട് വരാൻ പാടില്ല. അതുപോലെ കലക്ടറിലും തൊട്ട് നോക്കുന്നു, സൗണ്ട് വരുന്നില്ല. ഇനി നേരെ തിരിച്ച് സെൻട്രൽ നമ്മൾ നെഗറ്റീവ് പ്രോബാണ് കൊടുത്തിരിക്കുന്നത്, പോസിറ്റീവ് ഇവിടെ കൊടുക്കുന്നു, ബേസിലോട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ അളക്കാൻ സൗകര്യത്തിന് വേണ്ടി ട്രാൻസിസ്റ്റർ ഒഴിച്ചിരിക്കുന്നു. സെൻട്രലാണല്ലോ ബേസ്. അപ്പോൾ ആദ്യം റെഡ് ചുവപ്പ് പ്രോബ് നമ്മളതിൻ്റെ സെൻറ്ററിലേക്ക് അമർത്തി പിടിക്കുന്നത്. മറ്റ് രണ്ടെണ്ണമായിട്ട് ഷോർട്ട് ആവാതെ നോക്കണം, വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. നടുക്ക് മാത്രം വരത്തക്ക രീതിയിൽ പ്രസ് ചെയ്ത് പിടിക്കുന്നു. ഇനി ഇതുകൊണ്ട് കലക്ടറിലും എമിറ്ററിലും ടച്ച് ചെയ്ത് നോക്കാം. ഇത് ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ഓക്കെ എന്ന് പറയാം. മറിച്ച് തിരിച്ച് ഇങ്ങനെ ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് ബ്ലാക്ക് പ്രോബ് കൊടുത്തുകൊണ്ട് രണ്ടിലും ടച്ച് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വരാൻ പാടില്ല. ഇപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നല്ലതാണ്. ഈ രീതി അല്ലാതെ രണ്ട് വശത്തേക്കും ഒരുമിച്ച് വരികയാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഷോർട്ടായിരിക്കും, ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ ടെസ്റ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ വേറൊരു ട്രാൻസിസ്റ്ററാണ് ഇത്, MJE2955 എന്ന് പറയും. MJE2955. ഇതിന് പിൻ നമ്പർ 1, 2, 3. ഇടത്തെ അറ്റത്ത് ബേസ് വരുന്നു, നടുക്ക് എമിറ്റർ വരുന്നു, ഒരു സൈഡിൽ കലക്ടർ വരുന്നു. അപ്പോൾ ഇതും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ പാക്കേജ് എന്ന് പറഞ്ഞാൽ TO220 എന്ന് പറയും. നമുക്ക് PCB ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ആവശ്യം വരും TO220. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ BC 547 ട്രാൻസിസ്റ്ററൊക്കെ TO92 പാക്കേജ്. PCB വരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെഗുകൾ തമ്മിലുള്ള അകലം, വണ്ണം, അതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് TO220 220, ഇത് TO92 92. അതും കൂടി ഓർത്ത് വെക്കുക. ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ പറഞ്ഞ പോലെ ആദ്യം ഇടത്തെ അറ്റത്താണല്ലോ ബേസ്. അപ്പോൾ നമ്മൾ ചുവപ്പ് പ്രോബ് ഇവിടെ വെച്ച് നോക്കുന്നു, റെഡ്. ഇതിനെ സംബന്ധിച്ച് BC 547 പോലെ ഇടത്തെ അറ്റത്താണ് ബേസ് വരുന്നത്, നടുക്ക് എമിറ്റർ, വലത് കലക്ടർ. 1, 2, 3.
MJ2955 ഇടത്ത് വശത്താണ് ബേസ്. അപ്പോൾ ബേസിലാണ് നമ്മൾ കോമൺ കൊടുക്കേണ്ടത്. അപ്പോൾ ബേസിൽ നമ്മൾ ആദ്യം പോസിറ്റീവ് കൊടുത്ത് നോക്കുന്നു. ഇടത്തെ അറ്റം ബേസ് കൊടുത്തു. അതിനകത്ത് ഇല്ല. ഇനി നമ്മൾ ബ്ലാക്ക് കൊടുത്ത് നോക്കാം. ബ്ലാക്ക് ലീഡ് ഇടത്തെ അറ്റത്ത് ബേസിൽ കൊടുത്ത് നോക്കുന്നു. റെഡ് നടുക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ്, നെഗറ്റീവ് പ്രോബ് കൊടുത്തപ്പോഴാണ് നമുക്കിത് വർക്ക് ചെയ്തത്. ഒന്നുകൂടി നോക്കിക്കോളൂ. നെഗറ്റീവ്, യെസ്, 2 റെഡിയാണ്. ഇനി 547 ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. 547 നടുക്കാണല്ലോ ബേസ്. നടുക്ക് നെഗറ്റീവ് പ്രോബ് കൊടുക്കാം, കറുപ്പ്. ഇനി പോസിറ്റീവ് കൊടുത്ത് നോക്കാം. ഇതിനകത്ത് പോസിറ്റീവ് കൊടുക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് NPN ആണ്. നമ്മൾ ഈ റെഡ് വയർ ബേസിൽ കൊടുത്തിട്ട് 2 വശത്തേക്കും സൗണ്ട് വരികയാണെങ്കിൽ അതൊരു NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും. നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്ത MJ എന്ന് പറയുന്നത് ഒരു PNP ആണ്. ഇതിനകത്ത് കോമൺ നമ്മൾ കൊടുക്കുന്നത് ബ്ലാക്ക് ആണ്. കോമൺ കൊടുക്കുന്നത് റെഡാണ്. 2 വശത്തേക്കും കലക്ടറിലേക്കും എമിറ്ററിലേക്കും മാറി കൊടുക്കുന്നത്. ബ്ലാക്ക് ഇടത്തെ അറ്റത്ത് ബ്ലാക്ക് വയർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യണം. തിരിച്ച് ഇതിനകത്ത് പോസിറ്റീവ് കൊടുത്താൽ വർക്ക് ചെയ്യില്ല. പോസിറ്റീവ് കൊടുത്തപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് PNP. ഇങ്ങനെ NPN ആണോ PNP ആണോ എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് കൂടാതെ എന്തെങ്കിലും വയർ കേബിളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോൾഡർ നീളം കൂടുന്ന സമയത്ത് 2 അറ്റം തമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി കേബിളിൻ്റെ ഒരറ്റത്ത് ഒരു ലീഡും ഇങ്ങേ അറ്റത്ത് ലീഡും കൊടുത്താൽ ഇത് വർക്ക് ചെയ്യണം. ഈ കേബിൾ മുറിഞ്ഞിട്ടൊന്നുമില്ല, പെർഫെക്റ്റ്ലി ഓക്കെയാണ്. വയറിൽ ഇൻറ്റേർണൽ കരിഞ്ഞു പോവുക അല്ലെങ്കിൽ മുറിഞ്ഞു പോയാൽ ഇങ്ങനെ 2 അറ്റം ഷോർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു സൗണ്ടും ഉണ്ടാവില്ല, LED തെളിയില്ല. ഇങ്ങനെ നിരവധി ചെറിയ കമ്പോണൻറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നും സന്ദർഭത്തിനനുസരിച്ച് വിവരിക്കാം. ഇപ്പോൾ ഈ ടൂളിനെ കുറിച്ച് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. മൾട്ടിമീറ്റർ വാങ്ങേണ്ടവരെല്ലാം വാങ്ങിക്കോളൂ. അടുത്ത എപ്പിസോഡ് മുതൽ തന്നെ മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം, അതിൻ്റെ സർക്യൂട്ട്സും അതിന് യോജിച്ച സർക്യൂട്ട്സും എല്ലാം നമുക്ക് വിവരിച്ചു തുടങ്ങാം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.